നമസ്തേ. വിജയ് ജോസഫ് ഒരു രക്ഷകന്റെ വേഷത്തിലാണ് എത്തിയത്. എന്നാൽ രാഷ്ട്രീയ മിശിഹാമാർ അപൂർവമായേ സ്വയം നിർമ്മിതരാകാറുള്ളൂ. പാവപ്പെട്ടവരുടെ നായകൻ എന്ന നിലയിലാണ് പോസ്റ്ററുകൾ വിറ്റഴിക്കപ്പെട്ടത്. എന്നാൽ പണത്തിന്റെ വഴി പറയുന്നത് മറ്റൊരു ഇരുണ്ട കഥയാണ്. ചിലർ തെരഞ്ഞെടുക്കപ്പെടുന്നു, മറ്റു ചിലർ പ്രത്യക്ഷപ്പെടുന്നു. വെറും 26 മാസം പ്രായമുള്ള ഒരു പാർട്ടി പെട്ടെന്നൊരു വമ്പൻ സംവിധാനം കെട്ടിപ്പടുത്തു. 108 സീറ്റുകൾ, 70,000 ബൂത്ത് ഏജന്റുമാർ, ഡിജിറ്റൽ യുദ്ധം, മെഗാ റാലികൾ, മണ്ഡലങ്ങൾ കീഴടക്കുന്ന പ്രചാരണങ്ങൾ. ബൂത്ത് തലത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ BJPക്ക് പതിറ്റാണ്ടുകൾ വേണ്ടി വന്നു. TVKക്ക് അത് മാസങ്ങൾ കൊണ്ട് സാധിച്ചെടുത്തു. മഴവെള്ളം പോലെയായിരുന്നു പണമൊഴുക്ക്. TVK പ്രചാരണത്തിനായി ചെലവാക്കിയ ഏകദേശ തുക 1500 കോടി. പ്രഖ്യാപിതരായ ദാതാക്കളില്ല, സുതാര്യമായ ഫണ്ടിംഗ് മാപ്പില്ല, പരസ്യങ്ങൾ മാത്രം. വാളണ്ടിയർമാർ, ഗ്രൗണ്ട് നെറ്റ്വർക്കുകൾ, എല്ലായിടത്തും അവരുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആഴത്തിൽ അന്വേഷിച്ചു. വിജയുടെ കൂടെ ഒരു മുഖം എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു. എല്ലാ റാലികളിലും, എല്ലാ ഫ്രെയിമുകളിലും, എല്ലാ പ്രചാരണ യാത്രകളിലും. ആദവ് അർജുൻ, TVKയുടെ ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ രണ്ടാമൻ. ആദവ് അർജുന സാന്റിയാഗോ മാർട്ടിന്റെ മരുമകനാണ്. ഇന്ത്യയുടെ ലോട്ടറി രാജാവ്, അതെ, സാന്റിയാഗോ മാർട്ടിൻ തന്നെ. ഇലക്ട്രൽ ബോണ്ടുകളുടെ ഏറ്റവും വലിയ ഒറ്റവാങ്ങലുകാരനായ വ്യക്തി. 1368 കോടി. ED കേസുകൾ പിന്നാലെ വന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങൾ ഉണ്ടായി. സ്വത്തുക്കൾ കണ്ടുകെട്ടി. റെയ്ഡുകൾ വന്നു. എന്നിട്ടും ആ ശൃംഖല വികസിച്ചുകൊണ്ടേയിരുന്നു. ഒരു കുടുംബം പല പാർട്ടികൾക്കുള്ളിൽ പല ദിശകളിൽ നിന്നും വിജയിക്കുന്നു. ആര് ഭരിച്ചാലും മാർട്ടിൻ കുടുംബം ഉള്ളിലുണ്ട്. എന്നാൽ സാന്റിയാഗോ മാർട്ടിൻ വെറും ഒരു ബിസിനസ്സുകാരനല്ല. ബെനഡിക്ട് 16 മാർപ്പാപ്പ വ്യക്തിപരമായി മാർട്ടിനും കുടുംബത്തിനും അപ്പോസ്തോലിക് ആശീർവാദം നൽകിയിട്ടുണ്ട്. കത്തോലിക്ക വൃത്തങ്ങളിലെ ഏറ്റവും ഉയർന്ന പ്രതീകാത്മക ബഹുമതികളിൽ ഒന്നാണിത്. അവിടെ മറ്റൊരു തലം കൂടി വെളിപ്പെട്ടു. ലൈബീരിയയുടെ കോൺസൽ ജനറലായും മാർട്ടിൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഡിപ്ലോമാറ്റിക് ആക്സസ്, ഡിപ്ലോമാറ്റിക് ഇടനാഴികൾ, നയതന്ത്രപരമായ സുരക്ഷാ കവചം. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി പിന്നിലേക്ക് പോയി. വിജയുടെ പിതാവ് SA ചന്ദ്രശേഖർ, ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനനം. തങ്കശിമഠം സ്വദേശി. നൂറ്റാണ്ടുകളായി മിഷണറിമാരാൽ രൂപപ്പെട്ട പ്രദേശം. പിന്നീട് ലോയോള. വിജയുടെ അമ്മാവൻ സേവ്യർ അൽഫോൺസ് ലോയോള കോളേജിന് നേതൃത്വം നൽകി. ശക്തമായ ഒരു ജെസ്യൂട്ട് സ്ഥാപനം. മറ്റൊരു അമ്മാവൻ സേവ്യർ ബ്രിട്ടോ വിജയുടെ ആദ്യകാല ചിത്രങ്ങൾ നിർമ്മിച്ചു. TVK രൂപീകരിച്ചതിനു ശേഷം ലോയോളയുടെ അന്താരാഷ്ട്ര പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനം ആഗോളതലത്തിൽ സ്ഫോടകാത്മകമായി വർദ്ധിച്ചു. ഫണ്ട് ശേഖരണങ്ങൾ, പരിപാടികൾ, നെറ്റ്വർക്കിംഗ്. എന്നാൽ ജെസ്യൂട്ടുകൾ സാധാരണ സംഘടനകളെ പോലെ അല്ല പ്രവർത്തിക്കുന്നത്. അവർ ഭൂഖണ്ഡങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും തലമുറകൾക്കും അപ്പുറം പ്രവർത്തിക്കുന്നു. പിന്നീട് വോട്ടെടുപ്പ് ആഴ്ചയെത്തി. കത്തോലിക്ക ബിഷപ്പുമാർ ലഘുലേഖനങ്ങൾ വിതരണം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. പള്ളികൾ വഴി ഞായറാഴ്ച കുർബാനയ്ക്കിടെ സന്ദേശം വ്യക്തമാക്കിയിരുന്നു. BJPക്കെതിരെ തന്ത്രപരമായി വോട്ട് ചെയ്യുക. തുടർന്ന് TVKയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം വന്നു. ദളിത് ക്രിസ്ത്യാനികൾക്ക് SC സംവരണം. ഇവിടെ ഒന്നോർക്കുക, കാരണം ഇവിടെയാണ് പ്രത്യയശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും സന്ധിക്കുന്നത്. സർക്കാർ ജോലികൾ, സ്കോളർഷിപ്പുകൾ, സംവരണ ആനുകൂല്യങ്ങൾ ഇവ മതപരമായ വ്യക്തിത്വവുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. അത് മതപരിവർത്തന സമവാക്യത്തെ ശാശ്വതമായി മാറ്റുന്നു. ഡൽഹിക്കിതറിയാം, IBക്കിതറിയാം, റോയ്ക്കിതറിയാം. യഥാർത്ഥ ചോദ്യം, ആരെങ്കിലും ഇത് പരസ്യമായി നേരിടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ്. കാരണം തമിഴ്നാട് വെറും ഒരു സംസ്ഥാനമല്ല, അതെപ്പോഴും കത്തോലിക്ക മിഷണറിമാരുടെ ഒരു കേന്ദ്രമായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു പുതിയ അധികാര ഘടന നിലനിൽക്കുന്നു. വിശദീകരിക്കാനാവാത്ത പണം, അന്താരാഷ്ട്ര ലോട്ടറി സാമ്രാജ്യം, തലമുറകളായുള്ള ശക്തമായ ജെസ്യൂട്ട് സ്വാധീനം. ഇതൊരു ദരിദ്ര സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന രാഷ്ട്രീയ കഥയല്ല. ഇത് അതിനേക്കാൾ വളരെ ആസൂത്രിതമായി തോന്നുന്നു.